Hello friends, ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഫൂൽ മക്കാന വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണിത്. മക്കാന എന്ന് പറയുന്നത് വറുത്ത താമര വിത്താണ്. ഫോക്സ് നട്ട്സ്, അതുപോലെ ഗോർഗോ നട്ട്സ്, ഫൂൽ മക്കാന എന്ന പേരുകളിൽ മക്കാന അറിയപ്പെടുന്നുണ്ട്. കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണിത്. കൊളസ്ട്രോൾ കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വെയിറ്റ് ലോസിന് പറ്റിയ നല്ലൊരു ഭക്ഷണമാണ്. ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുവാനും മക്കാന സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല പേസ്റ്റ് റെഡിയാക്കണം. അതിനായിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂ നട്ടാണ്. 15 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 9 അല്ലി വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് ഫൂൽ മക്കാന. ഇത് നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം സുലഭമായി കിട്ടുന്നതാണ്. ഞാൻ മക്കാന 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം കറി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മക്കാന ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം കറി ഉണ്ടാക്കാനായിട്ട്. മക്കാന നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അതും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടിത് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാന ചേർക്കാം. മക്കാന ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മക്കാന നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കസൂരി മെത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വളരെയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മക്കാന. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം ഇത് സുലഭമാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.